ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ Hexcent പ്രൈവറ്റ് ലിമിറ്റഡ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈത്തൺ ലൈബ്രറിയായ ടിക്കിൻഡറിനെ കുറിച്ചാണ്. അപ്പോൾ ടിക്കിൻഡറിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു പാക്ക് എന്ന ഒരു ലേഔട്ട് മാനേജർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി മറ്റൊരു ലേഔട്ട് മാനേജർ ആയിട്ടുള്ള ഗ്രിഡ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കോഡിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. കൂടാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് കോഡിലേക്ക് പോകാം. നമ്മള് നോർമലി നമ്മൾ ചെയ്യണ പോലെ തന്നെ നമ്മളൊരു വിൻഡോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വിൻഡോയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന വിഡ്ജറ്റ്സ് എങ്ങനെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വിൻഡോയിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലേഔട്ട് മാനേജേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. അതിൽ പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലേഔട്ട് മാനേജർ ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഒരു ലേബൽ അല്ലെങ്കിൽ ഒരു ബട്ടൺ ഒക്കെ എങ്ങനെ പാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും വിൻഡോയിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാക്ക് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ലേഔട്ട് മാനേജർ ഗ്രിഡ് ആണ്. അപ്പം എങ്ങനെയാണ് ഗ്രിഡ് വെച്ചിട്ട് ഇതിനെ പ്ലേസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഗ്രിഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ അല്ലെങ്കിൽ റോ ഓർ കോളം, റോയും കോളവും ബേസ്ഡ് ആയിട്ടായിരിക്കും, ആ ഒരു പാറ്റേണിലായിരിക്കും ഇത് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കോഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ജസ്റ്റ് ഇത് ഗ്രിഡ് എന്ന് പറയുന്നത് റോ ആൻഡ് കോളം ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ പ്ലേസിങ് വരുന്നത്, ഈ ഒരു വിഡ്ജറ്റിനെ വിൻഡോയിൽ പ്ലേസ് ചെയ്യുന്നത്. അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് അട്രിബ്യൂട്ട്സുകൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. റോ, കോളം, അതുപോലെ പാഡിങ്, നമ്മൾ നേരത്തെ പാക്കിൽ നോക്കിയതുപോലെ തന്നെ പാഡിങ് കൊടുക്കാം. അതുപോലെ കോളം സ്പാൻ, റോ സ്പാൻ, അങ്ങനെ കുറച്ച് അട്രിബ്യൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്കിന്ന് നോക്കാം. അപ്പോൾ തുടക്കത്തിൽ നമുക്കൊരു ലേബൽ ക്രിയേറ്റ് ചെയ്യാം. L1 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലേബലൊക്കെ നോർമലി നമ്മൾ എല്ലായിടത്തും ഒരുപോലെയാണ് ക്രിയേറ്റ് ചെയ്തത്. വിൻഡോയിൽ പ്ലേസ് ചെയ്യണം. ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് വെൽക്കം എന്ന് കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് വെൽക്കം എന്ന് കൊടുത്തു. ജസ്റ്റ് ഇതിനെ ഒന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു ബ്ലൂ എന്ന് കൊടുക്കാം. അതായത് ഫോർഗ്രൗണ്ട് ബ്ലൂ എന്ന് കൊടുക്കുന്നു. BG കൂടി കൊടുക്കാം. BG നമുക്ക് യെല്ലോ കൊടുക്കാം. അതേപോലെ ഫോണ്ട് ഒന്ന് സ്റ്റൈൽ ചെയ്യാം. നമുക്കൊരു ഏരിയൽ 16 കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് L1 ഡോട്ട് പാക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിനെ പ്ലേസ് ചെയ്യുമായിരുന്നു. ഇത്തരത്തിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ടോപ്പിൽ സെന്ററിലായിട്ട് നമുക്ക് ആ ഒരു ലേബല് പാക്ക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് റോ ഓർ കോളം, റോ ആൻഡ് കോളം അനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലേഔട്ട് മാനേജർ ആണ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഗ്രിഡ് ഇതിൽ നമ്മൾ ഇതിന്റെ ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് ഏത് കോളത്തിൽ അല്ലെങ്കിൽ ഏത് റോയിലാണ് വരേണ്ടത് എന്നുള്ളത് കൂടി സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ എനിക്ക് നമ്മുടെ റോയും കോളവും സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിൽ നിന്നാണ്, ഇൻഡെക്സ് സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് ഓർക്കുക. റോ സീറോ കോളം സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് വരും, ഫസ്റ്റ് പൊസിഷൻ ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. കണ്ടില്ലേ, ഫസ്റ്റ് പൊസിഷനിൽ വന്നു. ആദ്യത്തെ പൊസിഷൻ റോ സീറോ, അതുപോലെ തന്നെ കോളം സീറോ ആദ്യത്തെ പൊസിഷനിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ കൂടെ നമുക്ക് ബാക്കിയുള്ള പാഡിങ്ങും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഒരു ലേബലും കൂടെ ക്രിയേറ്റ് ചെയ്യാം. L2 ഈസ് ഈക്വൽ ടു ലേബൽ വിൻഡോ ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ഹലോ എന്ന് കൊടുക്കാം. ഇതിന് FG റൈറ്റ് എന്ന് കൊടുക്കാം. BG റെഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഫോണ്ട് കൂടി കൊടുക്കാം. ഫോണ്ട് ഈസ് ഈക്വൽ ടു നേരത്തെ കൊടുത്ത് തന്നെ കൊടുക്കാം. ഏരിയൽ 60 എന്ന് കൊടുക്കുന്നു. സ്പേസ് വേണം, 60 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം. L2 ഡോട്ട് ഗ്രിഡ്
ഗ്രിഡ് ആണ് നമ്മുടെ ലേഔട്ട് മാനേജർ. റോ ഇസ് ഈക്വൽ ടു 0, കോളം ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. നമുക്ക് എവിടെയാണ് പ്ലേസ് ആവുന്നത് നോക്കാം. രണ്ടാമത്തെ ഇതാണ് നെക്സ്റ്റ് പൊസിഷനിലായിട്ടായിരിക്കും, അതേ റോയിൽ നെക്സ്റ്റ് പൊസിഷനിലായിട്ടായിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഈ റോ ഒന്ന് 1 ആക്കി നോക്കാം. കോളവും 1 ആണ്, കണ്ടില്ലേ? ഇത് ഫസ്റ്റ് 0th പൊസിഷൻ, 0th റോ, 0th കോളം. അതുപോലെ തന്നെ ഫസ്റ്റ് റോ, ഫസ്റ്റ് പൊസിഷൻ. ഇനി ആദ്യം വരണമെന്നുണ്ടെങ്കിൽ കോളം 0 ആക്കാം നമുക്ക്. കണ്ടില്ലേ? ഫസ്റ്റ് റോ, അതായത് ഫസ്റ്റ് റോ 0th കോളം. അതാണ്, ഇങ്ങനെയാണ് കിട്ടിയത് നമുക്ക്. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ ഉള്ളിൽ നമുക്ക് പാഡിങ്ങും അതേപോലെ തന്നെ കോളം സ്പാൻ, റോ സ്പാൻ എന്നിങ്ങനെ മറ്റ് രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതില് പാഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ പാഡ് എക്സ്, പാഡ് വൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ റോ സ്പാനും കോളം സ്പാനും ഉണ്ട്. കോളം സ്പാൻ എന്ന് പറയുന്നത് 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ കോളംസിനെ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ റോസിനെ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാണ് റോ സ്പാനും കോളം സ്പാനും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് പാഡിംഗ് ഒന്ന് കൊടുത്തു നോക്കാം. ഈ ഒരു ഗ്രിഡിന് ഇതിനകത്ത് നമുക്ക് കൊടുക്കാം പാഡ് എക്സ്. അതായത് ഈ രണ്ട് ലേബൽസിന്റെ ഇതിലായിരിക്കും ഇത് വരുന്നത്. ഞാൻ ഇതിൽ കൊടുക്കുന്നു പാഡ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു 15 കൊടുക്കാം. ഇവിടെയും കൊടുക്കാം പാഡ് എക്സ് ഈക്വൽ ടു 10 കൊടുക്കുന്നു. അപ്പം എക്സ് ആക്സിസിലാണ് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് 1 ആക്കാം. മനസ്സിലാവണമല്ലോ? കണ്ടില്ലേ, ഒരു പാഡിങ് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് പാഡ് വൈയും കൂടി കൊടുക്കാം. പാഡ് വൈ ഈസ് ഈക്വൽ ടു 15 കൊടുക്കാം. പാഡ് വൈ ഒരു 30 കൊടുക്കാം. കണ്ടില്ലേ, വൈ ആക്സിസിലെ പാഡിങ്ങും വന്നിട്ടുണ്ട്, എക്സ് ആക്സിസിലെ പാഡിങ്ങും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് അത് പ്ലേസ് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലേബലിന്റെ ഉള്ളിൽ കൊടുക്കാം. അപ്പൊ ആ ലേബലിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ ആ ഒരു കണ്ടന്റിനായിരിക്കും അത് അപ്ലൈ ആവുന്നത്. ഈ ഗ്രിഡിൽ അല്ലെങ്കിൽ പാക്കിൽ നമ്മൾ ലേഔട്ട് മാനേജർ കൊടുക്കുന്നത് കൊടുത്തു കഴിയുമ്പോൾ അതിനെ പ്ലേസ് ചെയ്യുന്ന അതിന്റെ പൊസിഷനിലായിരിക്കും പാഡിങ് അപ്ലൈ ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാം. എന്നിട്ട് റോ സ്പാൻ ആൻഡ് കോളം സ്പാൻ കൂടി നോക്കാം. അപ്പോ നമ്മൾ പറഞ്ഞു കോളം സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 or more കോളംസിനെ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. നമുക്ക് അതിന് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് കോളം സ്പാൻ എന്നാണ്. കോളം സ്പാൻ ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുന്നു. കോളം സ്പാൻ ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. 2 കോളംസിനെ മെർജ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫോർന്ന് കൊടുക്കാം. നമുക്ക് നെക്സ്റ്റ് നമ്മൾ ആ ഒരു ഇതിലൊന്നും കൊടുത്തിട്ടില്ല. ഇതേപോലെ തന്നെ നമുക്ക് കോളം സ്പാൻ രണ്ടാമത്തെ ലെവലിനൂടി കൊടുക്കാം. 2 കൊടുക്കാം. കണ്ടില്ലേ, കോളം സ്പാൻ നമ്മൾ രണ്ടിനും 2 കൊടുത്തപ്പോൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വന്നു. അതേപോലെ തന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് റോ സ്പാൻ ആണ്. അതായത് 2 റോസ് തമ്മിൽ ഇതിപ്പോ നമ്മൾ കോളം സ്പാൻ ആണ് കൊടുത്തേക്കുന്നത്, 2 കോളംസിനെയാണ് മെർജ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ റോ സ്പാൻ ആണ് നോക്കാൻ പോകുന്നത്.
ഇതെന്ന് പറയുന്നത് നമുക്ക് അത് താഴത്തോട്ടാക്കി നെക്സ്റ്റ് റോയിലോട്ടാക്കിയിട്ടുണ്ടായിരുന്നു. കോളം സ്പാൻ രണ്ടിലും അപ്ലൈ ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് റോ സ്പാൻ ഒന്ന് നോക്കാം. അതായത് റോസിനെ നമ്മൾ മെർജ് ചെയ്യാൻ പോകുന്നു. റോ സ്പാൻ ആദ്യത്തേനാണ് റോ സ്പാൻ അപ്ലൈ ചെയ്തേക്കുന്നത്. രണ്ടാമത്തേന് കോളം സ്പാൻ തന്നെയാണ്. കണ്ടില്ലേ? താഴത്തോട്ടാക്കിയതായിരുന്നു. വീണ്ടും റോ സ്പാൻ രണ്ടാമത്തേനും നമ്മൾ 2 കൊടുക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് റോ സ്പാനും കോളം സ്പാനും ഇങ്ങനെ നമുക്ക് എത്ര എത്ര റോസ് അല്ലെങ്കിൽ കോളംസിനെയാണോ മെർജ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മളപ്പോ എങ്ങനെ ഗ്രിഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് നോക്കി. അതേപോലെ തന്നെ ഇതിന്റെ ഗ്രിഡിന്റെ ലേഔട്ട് മാനേജറിൽ വരുന്ന ബാക്കിയുള്ള ഇതിങ്ങനെയാണ് നമ്മൾ റോസ്പാനും കോളസ്പാനും ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. ലേബൽസ് നമ്മൾ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മള് അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്? ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലേഔട്ട് മാനേജർ ഡിസ്കസ് ചെയ്തു. അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. അതിന് കൊടുക്കുന്ന ആട്രിബ്യൂട്ട്സ്, അതായത് ഗ്രിഡിൽ നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞു ഗ്രിഡ് എന്ന് പറയുമ്പോൾ റോ അല്ലെങ്കിൽ കോളം പാറ്റേൺ ആ ഒരു പാറ്റേണിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഇത് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് റോയും കോളവും ഏത് റോ ഏത് കോളം ആണെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ പിന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് പാഡ് എക്സ്, പാഡ് വൈ, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഉള്ള പാഡിങ്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം സ്പാൻ അല്ലെങ്കിൽ റോ സ്പാൻ ആണ്. കോളം സ്പാൻ എന്ന് പറയുന്നത് 2 ഓർ മോർ കോളംസിനെ മെർജ് ചെയ്യാൻ. റോ സ്പാൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി 2 ഓർ മോർ റോസിനെ മെർജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതിന്റെ കൂടെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കാം. നമുക്ക് എങ്ങനെ ഈ ഗ്രിഡ് ലേഔട്ടിൽ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ വിഡ്ജറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് കമന്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് വിൻഡോ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ വിഡ്ജറ്റ്സിനെ നമുക്ക് ലൂപ്പിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിൽ ഫോർ ലൂപ്പ് കൊടുക്കാം. ഫോർ ഐ ഇൻ, അതായത് കോളത്തിന് വേണ്ടിയിട്ടും റോയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ സെപ്പറേറ്റ് ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു ഇത് ചെയ്യാം. ഫോർ ഐ ഇൻ റേഞ്ച് 4, റേഞ്ച് 4 കൊടുക്കുന്നു. അടുത്തത് ആ ഒരു ഫോർ ലൂപ്പിനുള്ളിൽ നമുക്ക് അടുത്ത ലൂപ്പ് കൊടുക്കാം റോയ്ക്ക് വേണ്ടിയിട്ട്. ഫോർ ജെ ഇൻ റേഞ്ച് 4 തന്നെ കൊടുക്കുന്നു. ഈ ലൂപ്പിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ലേബൽ കൊടുക്കാം. നമുക്ക് ആ ഒരു ലേബല് ഒന്ന് കൊടുക്കാം. നമുക്ക് റോയ്ക്ക് അതായത് റോയുടെ ലൂപ്പ് എന്ന് പറയുന്നത് ഐ ആണ്. റോയ്ക്ക് ഐ എന്നും കോളത്തിന്റെ ലൂപ്പ് എന്ന് പറയുന്നത് ജെ ആണ്. നമ്മൾ അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു.
അതുപോലെ തന്നെ ഇതിന്റെ ജസ്റ്റ് പാഡിങ്ങും കൂടെ ഒന്ന് കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ അപ്പൊ ഒരു കറക്റ്റ് ആയിട്ട് അത് ഇല്ലെങ്കിൽ എങ്ങനെയാ വരുന്നത് നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ട് അതിന് ശേഷം പാഡിങ് കൊടുത്ത് കാണിക്കാം. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെൽക്കം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. അതായത് ആദ്യം നമ്മൾ റോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലൂപ്പ് ഉപയോഗിച്ചു. അതിനുശേഷം അതിൽ തന്നെ ആ ലൂപ്പിനുള്ളിൽ നമ്മൾ കോളത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം അതിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ലേബൽ അല്ലെങ്കിൽ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തേക്കണം. ഏത് വിഡ്ജറ്റ് ആണെങ്കിലും ഇപ്പൊ ഞാൻ ലേബൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ റോയിലേക്കും കോളത്തിലേക്കും നമ്മുടെ ഒരു ഐട്രേറ്റിംഗ് വേരിയബിൾസിനെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. 4 കോളംസും 4 റോസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ റേഞ്ച് 4 ആയിരുന്നു കൊടുത്ത്, നമ്മൾ 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് വരും. അതായത് റോസ് 5ഉം കൊടുത്തു, കോളം 4ഉം കൊടുത്തു. കണ്ടില്ലേ, 5 റോസും 4 കോളംസും ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒന്ന് പാഡിങ് കൂടെ കൊടുക്കാം. അപ്പൊ ഒരു കുറച്ച് ഗ്യാപ്പ് കിട്ടും. പാഡ് എക്സ് 2 കൊടുക്കാം, പാഡ് വൈ ഒരു 2 കൊടുക്കാം. ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മൾട്ടിപ്പിൾ വിഡ്ജറ്റ്സ് നമുക്ക് ഇങ്ങനെ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് 2 കോളത്തിനും റോയ്ക്കും വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് ഓരോ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള വിഡ്ജറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിന്റെ റോയിലേക്കും കോളത്തിലേക്കും നമ്മുടെ ലൂപ്പിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഐട്രേറ്റിംഗ് വേരിയബിൾസിനെ അതാത് റോയ്ക്കും കോളത്തിനും അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഗ്രിഡ് യൂസ് ചെയ്തിട്ട്, ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലേഔട്ട് മാനേജർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ഇത്തരത്തിൽ മൾട്ടിപ്പിൾ വിഡ്ജറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഫോർ ലൂപ്സ് സെക്കൻഡ് ലേഔട്ട് മാനേജർ ആയിട്ടുള്ള ഗ്രിഡ് ആണ് നോക്കിയത്. അപ്പൊ ഗ്രിഡിന്റെ ഏറെക്കുറെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ വിഡ്ജറ്റ്സും ഇതുപോലെ ഗ്രിഡ് യൂസ് ചെയ്തിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വീഡിയോയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോട് ചോദിക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.